മോളെ, നീ നന്നായി മാറിയിട്ടുണ്ട്. നിന്റെ പ്രായത്തിനുള്ള പക്വതയല്ല ഇപ്പോൾ നീ കാണിക്കുന്നത്. എൻ്റെ ആത്മഹത്യാ ശ്രമമാണോ നിന്നെ ഇങ്ങനെ മാറ്റിയത്? സുമ മകളോട് ചോദിച്ചപ്പോൾ അവൾ അമ്മയെ ദയനീയമായി നോക്കിക്കൊണ്ടവൾ പറഞ്ഞു, അമ്മയുടെ സാഹചര്യം എനിക്കറിയാം. എനിക്ക് ജോലി ഉണ്ടെങ്കിലും സ്വതന്ത്രമായ തീരുമാനമെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആലോചിക്കണം, സമയം വേണം. അച്ഛനോട് നീ എന്ത് പറയും മോളെ? അച്ഛൻ എന്നോട് ഒന്നും ചോദിക്കില്ലമ്മേ. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ? ഇവിടത്തെ വിശേഷങ്ങൾ ചോദിക്കില്ലേ? ഇല്ല, തുകിന മറുപടി നൽകി. തമാശ കളിക്കല്ലേ? എന്ത് നീ പറയും? അമ്മയോടെ ചോദിക്കൂ. ഗോവിന്ദിനെ ഇഷ്ടപ്പെട്ടോ എന്ന് പോലും ചോദിക്കില്ല. അതെന്താ? സുമ അതിശയത്തോടെ മോളെ നോക്കി. അതോ, ഇത്രയും സ്നേഹമുള്ളവർ, അച്ഛൻ അറിയാവുന്ന എഞ്ചിനീയർ, സൽസ്വഭാവി, ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താണ് ഒരു കുറവ്? നിന്റെ കണ്ണ് നിറയുന്നല്ലോ. വിനുവിന് നിനക്ക് അത്ര ഇഷ്ടമുണ്ടല്ലേ? ഇഷ്ടക്കുറവില്ലമ്മേ, എനിക്ക് വിഷമമുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിലെ വിഷമം ഞാൻ അറിഞ്ഞാൽ മതി. എല്ലാവരെയും പോലെ തർക്കുത്തരം പറഞ്ഞ് ഞാൻ ഇറങ്ങിയാൽ അമ്മയ്ക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. അച്ഛന് സഹിക്കാൻ കഴിയുമോ? ഇല്ല. ഞാൻ ആരാണ് അത് ഞാൻ അറിയണം. ജീവിതം, പരിചയം, പ്രേമം, സാഹചര്യം, യോഗ്യത, ഇതൊന്നിനും എനിക്ക് വില കൊടുക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ രണ്ടാളും വാത്സല്യമായി വളർത്തുന്ന മകളല്ലേ ഞാൻ. അന്ന് അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ അതും ഞാൻ കാരണം. മോളെ അവളുടെ ഏങ്ങൽ ഉയർന്നു. അവർക്ക് കുടിക്കാനുള്ള ചായയുമായി ലത ചേച്ചി വന്നു. തുകിൻ്റെ മോളെ, ചായ മധുരമിട്ടത്. സുമ ചേച്ചിക്ക് മധുരമിട്ടിട്ടില്ല. നയൻതാര ലുക്കുള്ള അവൾ നല്ല ചിരിയോടെ ചോദിച്ചു, മോളെന്തിനാ കരയുന്നേ? ഏങ്ങൽ കേട്ടാ ഞാൻ ഓടി വന്നത്. കല്യാണം അടുത്താൽ എല്ലാവരും കരയും, അവൾ പറഞ്ഞു. എന്തോന്നറിയോ? വീട് വിട്ടിട്ട് പോകണ്ടേ? മറ്റൊരു വീട്ടിലേക്ക് പോകണം. ഞാനും കരഞ്ഞിട്ടുണ്ട് കേട്ടോ. സാരമില്ല, എല്ലാം ശീലമായിക്കൊള്ളും. അത് കേട്ട് സുമ ചോദിച്ചു, നീ വിവാഹം കഴിച്ചോടി? അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. കല്യാണം കഴിക്കാത്ത പെൺകുട്ടികൾ വീട്ടുജോലികൾക്ക് പോകുമോ? പാടില്ലെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളത്. ഭർത്താവ് ഒരു ഉത്തരവാദിത്വമില്ലാത്ത മനുഷ്യനാണ്. എൻ്റെ കുഞ്ഞിന് 5 വയസ്സായി. സ്കൂളിൽ ചേർക്കാൻ പോലും കാശില്ലാത്ത നേരത്ത് കോവാലൻ ഇവിടെ ഒരു ജോലി ഉണ്ടെന്ന് വന്ന് പറഞ്ഞു. ഇവിടെ എനിക്ക് നല്ല ഇഷ്ടമായി. എന്നെ പെട്ടെന്ന് പറഞ്ഞ് വിടാതിരുന്നാൽ മതി.